മകനെ നഷ്ടപ്പെട്ട ആഴമേറിയ ദുഃഖത്തിനിടയിലും മറ്റുള്ളവരുടെ ജീവിതത്തിന് വെളിച്ചമേകാൻ ആ മാതാപിതാക്കൾ മുന്നോട്ട് വന്നു. ഇന്നലെ മസ്തിഷ്ക മരണം സംഭവിച്ച 16-കാരൻ ജൂവിൻ രാജു എന്ന വിദ്യാർത്ഥി 7 പേർക്കാണ് പുതുജീവൻ നൽകുന്നത്. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിരുന്ന ജൂവിൻ രാജുവിന്റെ വേർപാട് ആ നാടിനാകെ കണ്ണീരായി. മകനെ നഷ്ടപ്പെട്ട ആഴമേറിയ ദുഃഖത്തിനിടയിലും ആളൂർ ആനത്തടം പിണിക്കപ്പറമ്പിൽ ജൂവിന്റെ മാതാപിതാക്കൾ ഒരുപാട് പേരുടെ കണ്ണീരിന് ഉത്തരമായി. 10ാം ക്ലാസ് പൂർത്തിയാക്കിയ സെയിന്റ് ആൻസ് പബ്ലിക് സ്കൂളിൽ നിന്നും ജൂൺ 15-ന് രാവിലെ 11:30-ഓടെ TC വാങ്ങി കൂട്ടുകാരനുമൊത്തും മടങ്ങുമ്പോഴാണ് ജൂവിൻ അപകടത്തിൽപ്പെടുന്നത്. കോട്ട 3 പീടിക സംസ്ഥാന പാതയിൽ ആളൂർ കദളിച്ചിറയ്ക്ക് സമീപത്ത് വെച്ച് ജൂവിൻ ഓടിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൽ പോലീസിന്റെ ഡാൻസ് ഓഫ് സ്ക്വാഡ് സഞ്ചരിച്ച് ജീപ്പ് ഇടിക്കുകയായിരുന്നു. തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റ ജൂവിനെ ചാലക്കുടിയിലെ സ്വകാര്യ ആസ്പത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി രാജഗിരി ആസ്പത്രിയിലും പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ മരണം സ്ഥിരീകരിച്ചു. ജൂവിന്റെ മാതാവ് ബീന രാജു ആളൂർ സെന്റ് ജോസഫ് പള്ളിയിലെ പാലിയേറ്റീവ് കെയർ അംഗവും മരണാനന്തര നേത്രദാന കമ്മിറ്റിയിലെ സജീവ പ്രവർത്തകയുമാണ്. സൗദിയിൽ മെക്കാനിക്കായി ജോലി ചെയ്യുന്ന പിതാവ് രാജു ചൊവ്വാഴ്ച നാട്ടിലെത്തി. ഇരുവരും ചേർന്ന് മകന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. കേസോട്ടോ വഴിയാണ് അവയവദാന പ്രക്രിയകൾ ഏകോപിപ്പിച്ചത്. ജൂവിന്റെ കരൾ കൊച്ചിയിലെ ആസർ മെഡിസിറ്റിയിലെ രോഗിക്കാണ് കൈമാറുന്നത്. ഒരു കിഡ്നി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രോഗിക്കും മറ്റൊരു കിഡ്നി എറണാകുളം ലിസി ആസ്പത്രിയിലെ രോഗിക്കും കൈമാറും. ഹൃദയവും പാൻക്രിയാസും ലിസി ആസ്പത്രിയിലുള്ള രോഗികൾക്കാണ് നൽകുന്നത്. 2 കോർണിയകൾ അങ്കമാലി LF ആസ്പത്രിയിലെ കേരള ഐ ബാങ്ക് അസോസിയേഷന് കൈമാറി. ജൂവിന്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖമാണ് ആരോഗ്യമന്ത്രി K മുരളീധരൻ രേഖപ്പെടുത്തിയത്. ക്യാൻസർ രോഗികൾക്ക് കേശദാനം നടത്തുവാനായി മുടി നീട്ടി വളർത്തുന്നതിനിടെയാണ് ജൂവിന്റെ അപ്രതീക്ഷിതമായ വേർപാട്. ജൂനിയ രാജുവാണ് ജൂവിന്റെ സഹോദരി. ജൂവിനോടൊപ്പം യാത്ര ചെയ്ത അനന്തകൃഷ്ണൻ ഗുരുതര പരിക്കുകളോടെ എറണാകുളത്തെ സ്വകാര്യ ആസ്പത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വിട പറഞ്ഞ ജൂവിന് അന്ത്യാഞ്ജലികൾ. ഒപ്പം അനന്തകൃഷ്ണൻ വേഗത്തിൽ സൗഖ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.